നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ശ്രീ പൃഥ്വിരാജ് ഇപ്പോൾ എവിടെ പോയി? തൻ്റെ നിലപാടുകളൊന്നും തന്നെ മാറ്റില്ല എന്ന് പറയുന്ന ശ്രീ പൃഥ്വിരാജിൻ്റെ സിനിമയായ എമ്പുരാൻ ഇപ്പോൾ ഏകദേശം 23ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്താണ് ഇറക്കാൻ പോകുന്നത്. കാര്യം തൻ്റെ നിലപാടുകളും അല്ലെങ്കിൽ തൻ്റെ കഥകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും താൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത്. കാര്യം ഈ ഫിലിമിനെ സംബന്ധിച്ചുണ്ടായ വാദങ്ങൾക്കെതിരെ തന്നെ അല്ലെങ്കിൽ വാദങ്ങൾക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ശ്രീ മോഹൻലാൽ വരെ ഇതിനു വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിലെ കഥയിലുണ്ടായ വിവാദങ്ങളെ പറ്റിയോ ഒരു മറുപടിയും അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു മാപ്പും പറഞ്ഞിട്ടില്ല. പക്ഷേ 23ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്താണ് ഫിലിം ഇറങ്ങാൻ പോകുന്നത്. അപ്പം തൻ്റെ നിലപാടുകളെല്ലാം മാറുമെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലുണ്ടായ ഈ മാറ്റങ്ങളെല്ലാം തന്നെ സ്വമേധയാ അതിലെ അണിയറ പ്രവർത്തകർ, അതായത് സംവിധായകനും നിർമ്മാതാവും അതുപോലെ തന്നെ നായകനും എല്ലാവരും കൂടി സ്വമേധയാ എടുത്ത തീരുമാനം കാരണമാണ് ഫിലിം കട്ട് ചെയ്ത് ഇറക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഇത്രയും വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഈ തീരുമാനത്തിലോട്ട് എത്തുന്നത്. അപ്പം നിലപാടുകൾ മാറുമെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നതും അല്ലെങ്കിൽ അന്ന് ലക്ഷദ്വീപിന് വേണ്ടി വാദിക്കുകയും അല്ലെങ്കിൽ വാരിയും കുന്നൻ എന്ന് പറയുന്ന പോലുള്ള ഒരു സിനിമ ഇറക്കുന്നതിന് വേണ്ടി എല്ലാം സഹകരിച്ച പൃഥ്വിരാജ് എന്തുകൊണ്ട് ഈ വിവാദം ഉണ്ടായതിനെതിരെ അല്ലെങ്കിൽ ഈ വിവാദത്തിന് മാപ്പ് പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം തന്നെ വ്യക്തമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അത് ഇവിടെ നിലപോകില്ല അല്ലെങ്കിൽ കേരളത്തിൽ നിലപോകില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ 23ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന പുതിയ എമ്പുരാൻ.